ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി യോഗമായിരുന്നു. അപ്പോൾ ജില്ലാ കമ്മിറ്റി യോഗം കഴിഞ്ഞ് പുതിയതായി ക്രമീകരണങ്ങളൊക്കെ വരുത്തി. അപ്പോൾ സെക്രട്ടറി ആയിട്ട് റോസൽ രാജ് എന്നെ തീരുമാനിച്ചു പുതിയ സെക്രട്ടറി ആയിട്ട്. പിന്നെ ഡി സിയിൽ കുറച്ച് ഒഴിവുകളുണ്ടായിരുന്നു, അത് നികത്തി. അപ്പോൾ അതിനാണ് യോഗം ചേർന്നത്. അതിൻ്റെ ഒരു ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ശരത് പ്രസാദിനെ പൂർണ്ണമായും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. അതെ, അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു. മറ്റു സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ സ്റ്റേറ്റ് ഭാരവാഹികൾ അറിയിക്കാനേ പറഞ്ഞു. നിങ്ങളോട് നേരിട്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റായിട്ട് നാളെ തരും. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഭാരവാഹികൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഇതിൻ്റെ വിശദീകരണം കൃത്യമായിട്ട് തരും. ഈ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന പുതിയ ഉത്തരവാദിത്തം എങ്ങനെ കാണുന്നു? അതൊരു കൂട്ടായ ഒരു പ്രവർത്തനമാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് പൊതുവെ DYFIക്ക്. കൂട്ടായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. ഇപ്പോൾ ശരിക്കും ശബ്ദരേഖ വിവാദം വന്നതോടുകൂടി തന്നെ പാർട്ടിക്ക് വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി അത് സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പുതിയ സെക്രട്ടറി എന്ന നിലയിൽ സംഘടനാ കാര്യങ്ങളിൽ കൂടി കുറേ കൂടി ഒരു ശ്രദ്ധ അല്ലെങ്കിൽ കുറേ കൂടി ക്രമീകരണങ്ങളൊക്കെ വരുത്താനുള്ള ഒരു പദ്ധതി ഉണ്ടോ മനസ്സിൽ? അല്ല, നമ്മളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞങ്ങൾ കൂട്ടായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന. സെക്രട്ടറി, പ്രസിഡന്റ്, ട്രഷറർ ഉൾപ്പെടെ അതിൻ്റെ ഉപഭാരവാഹികളൊക്കെ ഉണ്ട്. കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്ന സംഘടന. ആ തരത്തിൽ തന്നെ ഞങ്ങൾ പോവും. അങ്ങനെ പ്രത്യേകം ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ സംഘടനയ്ക്കകത്ത് അങ്ങനത്തെ ഒരു രീതിയിൽ ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം നടപ്പിലാക്കലാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നിർവഹിക്കും. ഇന്നിപ്പോൾ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി തൃശ്ശൂരിനുണ്ടായിരുന്നു, DC ലാബിൽ എത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടി ഒരു അഭിപ്രായം ഈ ഒരു തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. അല്ല, ഞങ്ങളുടെ DYFI ജില്ലാ കമ്മിറ്റി യോഗം കേന്ദ്ര കമ്മിറ്റി അംഗം പങ്കെടുത്തു. സഖാവ് R രാഹുൽ പങ്കെടുത്തിട്ടാണ് ഈ യോഗ തീരുമാനങ്ങളൊക്കെ എടുത്തത്. അതാണ് നിങ്ങളോടിപ്പോൾ അറിയിച്ചത്. സംഘടന തന്നെ എടുത്ത തീരുമാനം.